ഇവിടെ ഹൃദയം ശുദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, അതുപോലെ തന്നെ മനസ്സ് ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ നമുക്ക് സാധിക്കും. അതെന്തൊക്കെ കാര്യങ്ങളാണ്? അതിൽ ഒന്നാമത്തേത് ഉലമാക്കൾ പറയുന്നു തൗഹീദാണ്. എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം തൗഹീദാണ്. എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു നമ്മളെ പടച്ചിരിക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, തീർച്ചയായും മനുഷ്യരെയും ജിന്നുകളെയും നാം പടച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്, തൗഹീദിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകരെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ. ഇവിടെ ഒരുപക്ഷെ ചില സഹോദരങ്ങൾ ചിന്തിക്കും, നമ്മളെല്ലാവരും തൗഹീദുള്ളവരല്ലേ, പിന്നെ എന്തിനാണ് നമ്മോട് ഇത് പറയുന്നതിന്റെ പ്രാധാന്യത? നമ്മളെല്ലാവരും അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, അത്തൗഹീദു അസ്ലു മാ യസ്കു ബിഹിൽ ഖൽബ്. ഹൃദയം ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ശരീരം ശുദ്ധീകരിക്കാൻ ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന കാര്യം എന്താണ്? തൗഹീദാണ്. ഏറ്റവും അധികം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം തൗഹീദാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു വിഷയമാണ്. തൗഹീദ് കൂടുകയും കുറയുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? 5 വക്ത് നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം, ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം. അതിൽ ഒരു കുറച്ചൽ അല്ലെങ്കിൽ അതിലൊരു കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നില്ല. തൗഹീദ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് കൂടുകയും കുറയുകയും ചെയ്യും. എത്രത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളിൽ തൗഹീദ് അധികരിക്കുന്നുവോ അത്രത്തോളം മനസ്സ് ശുദ്ധിയാകും. എത്രത്തോളം തൗഹീദ് കുറയുന്നുവോ അത്രത്തോളം മനസ്സ് കളങ്കപ്പെടും. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദിന്റെ ശർഹിൽ വിശദീകരിക്കുന്നതായി കാണാം, അത്തൗഹീദു യസീദു വയൻഖുസ്. തൗഹീദ് കൂടുകയും കുറയുകയും ചെയ്യും. എങ്ങനെയാണ് തൗഹീദ് കൂടുക? ഏത് വിഷയത്തിലും അള്ളാഹുവിനെ നമ്മൾ പേടിക്കുമ്പോൾ, ഏത് വിഷയത്തിലും കാറ്റിനെ നമ്മൾ ചീത്ത വിളിക്കാതിരിക്കുക, തൗഹീദ് അധികരിക്കും. ചില ആൾക്കാർ കാലഘട്ടത്തെ കുറ്റം പറയും, കാറ്റിനെ കുറ്റം പറയും. അങ്ങനെയുള്ള ആൾക്കാരുടെ തൗഹീദ് കുറയും. ഇങ്ങനെ ഏത് പ്രവർത്തനങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൗഹീദ് കൂടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ചാണെങ്കിൽ നമ്മുടെ തൗഹീദ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. തൗഹീദിന്റെ വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോരോ ദിവസവും നമ്മുടെ നഫ്സിനെ നമ്മൾ വിചാരണ നടത്തുക. എന്റെ തൗഹീദിന്റെ അവസ്ഥ എന്താണ്? എന്റെ തൗഹീദിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾക്കറിയാം, തൗഹീദിന് വേണ്ടി ജീവിച്ച, തൗഹീദിന് വേണ്ടി മുനാദറ നടത്തിയ ഒരു ആളുണ്ടായിരുന്നു, അബ്ദുല്ലാഹ് അൽ ഖസീമി. അദ്ദേഹം തൗഹീദിന് വേണ്ടി ജീവിച്ചു, തൗഹീദിന് വേണ്ടി ധാരാളം വർഷങ്ങൾ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം തന്നെ മുൽഹിദീങ്ങൾക്ക്, നിരീക്ഷരവാദികൾക്ക് മറുപടിയാണ്. എത്രയോ നിരീക്ഷരവാദികൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതി. ഇന്നും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലൈബ്രറികളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം തൗഹീദിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തതിനാൽ, അദ്ദേഹം ബിദ്അത്തുകാരുടെയും മുൽഹിദീങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അധികമായി വായിച്ച കാരണത്താൽ അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിച്ചത് കാഫിറായിട്ടാണ്, മുൽഹിദായിട്ടാണ്. സൗദി അറേബ്യയിൽ ജീവിച്ച അബ്ദുല്ലാഹ് അൽ ഖസീമി അദ്ദേഹം മരിച്ചത് കാഫിറായിട്ടാണ്. അദ്ദേഹം തൗഹീദിലായിരുന്നു ജീവിച്ചത്. തൗഹീദിന് വേണ്ടി വാദിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ കിതാബ് സ്വർഗത്തിലേക്കുള്ള മഹറാണ് അദ്ദേഹത്തിന്റെ. ഈ ഒരു കിതാബ് മതി അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൗഹീദിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തതിനാൽ അദ്ദേഹം കാഫിറായിക്കൊണ്ടാണ് മരിച്ചത്. ഇസ്ലാമിനെ നിഷേധിക്കുകയും ഇസ്ലാമിനെതിരെ സംസാരിക്കുകയും ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തൗഹീദ് ഉണ്ടെന്ന് കരുതി ഒരു പേടിയില്ലാത്ത രീതിയിൽ നമ്മൾ നടക്കാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വഅദായിട്ട് അല്ലെങ്കിൽ നസീഹത്തായിട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കുക, നമ്മുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്, വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ എന്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയെ തൊട്ട് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് ആര് ദുആ ചെയ്യാറുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? അല്ലാഹുവേ, ബിദ്അത്തുകളിലേക്ക് അല്ലെങ്കിൽ ശിർക്കിലേക്ക് പോകുന്നതിനെ തൊട്ട് എന്നെ കാത്തുരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? നമ്മളിൽ പല ആൾക്കാരുടെയും ധാരണ എന്താ? നമുക്ക് തൗഹീദ് ലഭിച്ചു, ഇനി പേടിക്കാനില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്, ഇനി പേടിക്കാനില്ല. സഹോദരങ്ങളെ, പേടിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ദഅവത്തായി നടന്ന ഒരു സഹോദരൻ, അദ്ദേഹം തൗഹീദ് പറഞ്ഞു നടന്നു, ധാരാളം വർഷം തൗഹീദിന്റെ വിഷയത്തിൽ കുറെ സംസാരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് വരുത്തി വെച്ചിരിക്കുന്ന ചില മുസീബത്ത് കാരണം അദ്ദേഹം തൗഹീദിന്റെ മാർഗം ഒഴിവാക്കി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചില ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം,
ഇബ്രാഹിം നബി ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പേടിക്കാതിരിക്കാൻ സാധിക്കുക? ആർക്കാണ് പേടിക്കാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ചര്യ നിങ്ങൾ നോക്കിയാൽ, അവരുടെ ചരിത്രം പഠിച്ചാൽ, ഏത് പണ്ഡിതനായിക്കൊള്ളട്ടെ, മുഹമ്മദ് ഇബ്രാഹിം അൽ ഷേഖ്, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ആരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാലും അവർ എപ്പോഴും തൗഹീദ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും അവർ തൗഹീദ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം അൽബാനിയയിൽ നിന്ന് ഒരു മുഫ്തി, ആ രാജ്യത്തിന്റെ ഒരു മുഫ്തി മസ്ജിദ് നബവിയിലേക്ക് വന്നു. അദ്ദേഹം ഹജ്ജിന്റെ സമയത്താണ് വന്നത്. അദ്ദേഹം മസ്ജിദിലേക്ക് കയറിയപ്പോൾ കാണുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതൻ അഷ്ശൈഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫളഹുല്ലാഹ് സംസാരിക്കുന്നു തൗഹീദിന്റെ വിഷയത്തിൽ. അദ്ദേഹം പറഞ്ഞു, ഇയാൾക്ക് എപ്പം നോക്കിയാലും തൗഹീദ് അല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഇയാൾക്ക് എപ്പം നോക്കിയാലും തൗഹീദ് അല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഷെയ്ഖ് അബ്ദുൽ മുഹ്സനോട് ഈ വിഷയം നമ്മൾ പറഞ്ഞപ്പോൾ ഷെയ്ഖ് പറഞ്ഞത് എന്താ? എന്നെ ആക്ഷേപിച്ചിരിക്കുന്നത് ഈ വിഷയത്തിലായതുകൊണ്ട് എനിക്ക് അഭിമാനമാണ്. എന്നെ ആക്ഷേപിച്ചത് എന്ത് വിഷയത്തിലാണ്? ഞാൻ തൗഹീദ് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയത്തിൽ അഭിമാനമാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അബ്ബാദ് ഹഫളഹുല്ലാഹ് മറുപടി പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എപ്പോഴും അവർ തൗഹീദിന്റെ കിതാബുകൾ വായിച്ചുകൊണ്ടേയിരിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് എത്ര തവണയാണ് കിതാബ് തൗഹീദ് വിശദീകരിച്ചത്, ഉസൂൽ സലാസ വിശദീകരിച്ചത്, ഖവാഇദുൽ അർബഅ വിശദീകരിച്ചത്. ഇന്ന് ചില സഹോദരങ്ങൾ ഒരു തവണ ഉസൂൽ സലാസ വായിക്കും, പിന്നെ ഉസൂൽ സലാസന്റെ ദർസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പഠിച്ചതാ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഖവാഇദുൽ അർബഅന്റെ ദർസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പഠിച്ചതാണ്, ഇനിയും ആ ദർസിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. പണ്ഡിതന്മാരുടെ ചരിത്രം കേട്ടു നോക്കിയാൽ, അത് വായിച്ചു നോക്കിയാൽ എത്രയോ തവണ ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫളഹുല്ലാഹ് 20-ലധികം തവണ ഉസൂൽ സലാസ വിശദീകരിച്ചിട്ടുണ്ട്. 20-ലധികം തവണ കിതാബ് തൗഹീദ് വിശദീകരിച്ചിട്ടുണ്ട്. 20-ലധികം തവണ ഖവാഇദുൽ അർബഅ വിശദീകരിച്ചിട്ടുണ്ട്. നവാഖിദുൽ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കശ്ഫ് ശുബഹാത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദ് മനസ്സിൽ ഉറക്കണമെങ്കിൽ, തൗഹീദ് എപ്പോഴും മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ തൗഹീദിനെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംസ്കരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നന്നാവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യം തൗഹീദാണ്. പക്ഷേ അതിനെ വേണ്ടതുപോലെ നമ്മൾ പരിഗണിക്കണം. സ്വാലിഹ് അൽ ഹുദൈസി ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തോട് ഒരു ദർസിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ സ്ഥിരമായിട്ട് ശർഹ് ചെയ്യുന്ന കിതാബുകൾ എന്താണ്? ഷെയ്ഖ് സ്വാലിഹ് അൽ ഹുദൈസി മസ്ജിദ് നബവിയിലെ അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം കിതാബുകൾ മാറി മാറി ദർസെടുക്കാറുണ്ടെങ്കിലും തൗഹീദ് സംസാരിക്കാതിരിക്കുകയില്ല. എല്ലാ ആഴ്ചകളിലും ഏതെങ്കിലും ഒരു ദിവസം ഒരു ശർഹെങ്കിലും തൗഹീദിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കേവലം തൗഹീദ് ലഭിച്ചവരാണെന്ന് കരുതി അനങ്ങാതെ ഇരുന്നാൽ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ ഒരു നിഅമത്ത് എടുത്തു കളയാൻ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സബാത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധയിലുണ്ടാവണം. തൗഹീദ് എന്ന് പറയുന്നത് നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരന് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ ഒരു നിഅമത്തിൽ നിന്ന് വ്യതിചലിക്കാനുണ്ടായ കാരണം എന്താണ്? യൂട്യൂബിൽ കയറിയിട്ട് ഇത്തരത്തിലുള്ള ശുബഹാത്തുകൾ, സംശയങ്ങൾ അദ്ദേഹം കേൾക്കാൻ, ധാരാളം സംശയങ്ങൾ കേൾക്കാൻ അദ്ദേഹം ഇരുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ തൗഹീദിന്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ഹൃദയത്തെയും ശരീരത്തെയും ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും.